Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഞാൻ ചെയ്യുന്ന 10ാമത്തെ സിനിമയായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജിയർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റത്തെ മൂവി അത് വളരെ ശ്രദ്ധിച്ചു കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ സെക്കൻഡ് മൂവിയും. ഇതിലെ കഥയുമായി ഭാവിയിൽ വരാനിരിക്കുന്ന സിനിമകളുടെ കഥയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ വളരെ ശ്രദ്ധിച്ചു വേണം കാണാൻ. ഇതിൽ പുതിയ ഓരോ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പുതിയ കുറെ ആളുകളുടെ പേരും നിങ്ങളുടെ മുന്നിലേക്ക് വരും. പക്ഷെ അതൊക്കെ എന്താണെന്നും ഏതാണെന്നും ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഈ സിനിമ നടക്കുന്നത് 2012 ന്യൂയോർക്കിൽ ചിത്തോറികളുടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ്. വാഷിംഗ്ടൺ DC-യിലെ ഒരു സ്ട്രീറ്റ്, അവിടെ സാം വിൽസൺ എന്ന് പറയുന്ന ഒരാൾ രാവിലെ ജോഗിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോഗിംഗ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒപ്പം ജോഗിംഗ് ചെയ്തിരുന്ന ഒരാൾ അയാളെ വെട്ടിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ സ്പീഡിൽ തളരാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് സാം ഒരു റൗണ്ട് ഓടുമ്പോഴേക്കും അയാൾ ഒരു 10 റൗണ്ട് ഓടിയിട്ടുണ്ടാവും. സാം 1 കിലോമീറ്റർ ഓടിയെത്തുമ്പോഴേക്കും അയാൾ അതിന്റെ 3 ഇരട്ടിയിലധികം ദൂരം ഓടിയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ക്ഷീണിക്കാതെ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാരാണ് ഇത്ര സ്റ്റാമിനയുള്ള മനുഷ്യൻ എന്നാലോചിച്ച് സാം നിൽക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മളുടെ സ്വന്തം ക്യാപ്റ്റൻ അമേരിക്ക. ക്യാപ്റ്റൻ വീണ്ടും ഒരുപാട് ദൂരം ഓടിക്കൊണ്ടേയിരുന്നു. സാം ആണെങ്കിൽ വയ്യാതെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തു പറ്റി സുഹൃത്തെ, വല്ല ഡോക്ടറുടെയും സഹായം ആവശ്യമുണ്ടോ? സാം ക്യാപ്റ്റനോട് പറയുന്നു, എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എജ്ജാതി ഓട്ടമാണ് ഓടിയത്. എനിക്കാണെങ്കിൽ ഓടി ഓടി ശ്വാസം പോലും കിട്ടാതെയായി. ഒരു മനുഷ്യനെ കൊണ്ട് താങ്കളുടെ പോലെ ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം 13 മിനിറ്റ് കൊണ്ട് 30 മൈലോളം താങ്കൾ ഓടി തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാപ്റ്റൻ പറയുന്നു, പക്ഷേ ഞാനിന്ന് പതുക്കെയാണല്ലോ ഓടിയത്. അത് കേട്ട് സാം വീണ്ടും ഞെട്ടിപ്പോയി. എന്താണ് താങ്കൾ പറയുന്നത്? പതുക്കെ ഓടിയിട്ട് തന്നെ ഇത്ര ദൂരം ഓടി. അപ്പോ സ്പീഡിൽ എങ്ങനെ ഓടിയിരുന്നെങ്കിലോ? ഒരു കാര്യം ചെയ്യ്, പോയി ഒരു 5 റൗണ്ട് കൂടി ഓടിയിട്ട് വാ. എന്നാലും താങ്കൾ തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റനും സാമും കൂടി പരസ്പരം പരിചയപ്പെടുകയാണ്. ഈ സാം വിൽസൺ ആരാണെന്ന് വെച്ചാൽ US എയർഫോഴ്സിലെ പാരാ റെസ്ക്യൂമാൻ ആയിരുന്നു സാം വിൽസൺ. പാരാ റെസ്ക്യൂമാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാവരെയും പാരവയ്ക്കുന്ന ഒരുത്തൻ. പാരാ റെസ്ക്യൂമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർഫോഴ്സിൽ ആർക്കെങ്കിലും ഒരു അപകടം പറ്റുകയോ
എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ അങ്ങനെയൊക്കെ പറ്റുമ്പോ അവരെ പോയി രക്ഷിക്കുന്ന ഒരാൾ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അയാൾ റിട്ടയർ ആയി ജോലിയിൽ നിന്ന് നേരത്തെ വിരമിച്ചു പോന്നു. ഇപ്പോ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് കഥ കുറച്ച് പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ക്യാപ്റ്റൻ പിന്നെ വേൾഡ് ഫേമസ് ആയതുകൊണ്ട് സാമിന് ക്യാപ്റ്റനെ നേരത്തെ അറിയാമായിരുന്നു. സാം ചോദിക്കുന്നു, ക്യാപ്റ്റൻ താങ്കൾ ഈ പുതിയ ലോകത്ത് വന്നിട്ട് എന്താണ് തോന്നുന്നത്? പഴയ കാലത്തെ ഓർമ്മകൾ വരുന്നുണ്ടോ? അത് മിസ് ചെയ്യുന്നുണ്ടോ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴയകാലം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുതിയ ലോകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഭക്ഷണം ഒരുപാട് മെച്ചപ്പെട്ടു, പോളിയോ രോഗം ഇല്ലാതെയായി. മാത്രമല്ല നിങ്ങളിപ്പോ പറയുന്ന ഇന്റർനെറ്റ്, എല്ലാ വിവരങ്ങളും നമ്മളുടെ വിരൽത്തുമ്പിലുണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ ഈ പുതിയ ലോകവുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സാം പറയുന്നു, അപ്പോ ക്യാപ്റ്റൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? എന്നാ പിന്നെ ക്യാപ്റ്റൻ കേൾക്കാതെ വിട്ടുപോയ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് സാം ക്യാപ്റ്റന് അയാൾക്കറിയാവുന്ന ഒരു നല്ല പാട്ട് കേൾക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. സാം പറയുന്നു, ക്യാപ്റ്റൻ ഞാനിപ്പോ പറഞ്ഞ പാട്ട് എന്തായാലും നോട്ട് ചെയ്തു വെച്ചോ. അത് തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു പാട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു തരാനാണെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മൂവി എക്സ്പ്ലെയിനർ അമിത് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് പോയി ഒന്ന് കണ്ടു നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാപ്റ്റൻ ഓക്കെ പറയുന്നു. എന്നിട്ട് ക്യാപ്റ്റന്റെ കയ്യിലുള്ള ഒരു ഡയറി പോലെയുള്ള ചെറിയ ബുക്ക് എടുക്കുകയാണ്. അതിൽ ക്യാപ്റ്റൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ ലോകത്തെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ 70 വർഷക്കാലത്തെ ഉറക്കത്തിനിടയ്ക്ക് മിസ്സായി പോയല്ലോ. അതൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ് ക്യാപ്റ്റൻ. ഇതിപ്പോ പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഞാനൊന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റായ പാട്ടുകൾ, പാട്ടുകാർ, സിനിമകൾ, സയന്റിസ്റ്റുകൾ, കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ഭക്ഷണങ്ങൾ, ഡിസ്കോ ഡാൻസ്, മൂവി എക്സ്പ്ലെയിനർ അമിത്, അങ്ങനെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ക്യാപ്റ്റൻ ആ ഡയറിയിൽ കുറിച്ചു വെക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ സജഷൻ തീർച്ചയായിട്ടും നോക്കാമെന്ന് ക്യാപ്റ്റൻ പറയുന്നു. സാം പറയുന്നു, ക്യാപ്റ്റൻ ഇടയ്ക്ക് ഒഴിവുള്ളപ്പോ എന്റെ ഓഫീസിലേക്ക് തീർച്ചയായിട്ടും വരണം. താങ്കൾ എന്റെ ഫ്രണ്ടാന്ന് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഗേൾസിന് മുന്നിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പിരിയുന്ന സമയത്താണ് അങ്ങോട്ട് നമ്മളുടെ നതാഷ റോമനോഫ് കാറിൽ വരുന്നത്. നതാഷ ക്യാപ്റ്റനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു, ഞാനിവിടെ ഒരു പുരാവസ്തു തേടി ഇറങ്ങിയതാ. വളരെ പഴയൊരു സാധനം. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. ക്യാപ്റ്റനെ കളിയാക്കിയതാണെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. നതാഷ തമാശയൊക്കെ കൊള്ളാം, നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ വണ്ടിയിലേക്ക് കയറുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഒരു പ്ലെയിൻ ആണ് കാണിക്കുന്നത്. ഈ പ്ലെയിനിന്റെ ഉള്ളിൽ ക്യാപ്റ്റൻ ഉണ്ട്, നതാഷയുണ്ട്, ബ്രോക്ക് റംലോ എന്ന് പറയുന്ന പുതിയൊരാളും ഉണ്ട്, കൂടാതെ കുറച്ച് സൈനികരും. ഇവര് ഷീൽഡിന്റെ ഒരു മിഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഷീൽഡിന്റെ തന്നെ കീഴിലുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ടീമാണിത്. ഇവരാണ് ഷീൽഡിന്റെ പല മിഷനുകളും ചെയ്യുന്നത്. ക്യാപ്റ്റനും ഇപ്പോ അതിലൊരു അംഗമാണ്. അതായത് ക്യാപ്റ്റനും ഇപ്പൊ ഷീൽഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്താണ് മിഷൻ എന്ന് വെച്ചാൽ, ഷീൽഡിന്റെ ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഷിപ്പ് കുറെ പേര് കൂടി തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് ഷീൽഡിന്റെ പല സാറ്റലൈറ്റുകളും വിക്ഷേപിക്കുക. 1.5 ലക്ഷം കോടി രൂപ കൊടുത്താലാണ് ഈ ഷിപ്പ് തിരിച്ചു തരുമെന്നാണ് തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറയുന്നത്. 25 കൊള്ളക്കാർ ചേർന്നാണ് ആ ഷിപ്പ് തട്ടിയെടുത്തിരിക്കുന്നത്. അതിന്റെ ലീഡർ എന്ന് പറയുന്നത് ജോർജസ് ബാട്രോക്ക് എന്ന് പറയുന്ന ഒരുത്തനാണ്. വളരെ അപകടകാരിയായിട്ടുള്ള ഒരാളായിരുന്നു ജോർജസ് ബാട്രോക്ക്. അയാളുടെ നേർക്ക് നേർ നിന്ന് മുട്ടുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. നേരെ വന്നവരെയൊക്കെ അവൻ കൊന്നുകളഞ്ഞ ചരിത്രമാണുള്ളത്. ഷീൽഡിലെ ഒരു ഓഫീസറായിട്ടുള്ള ജാസ്പർ സിറ്റ്വെല്ലിനെ അടക്കം ഒരുപാട് പേരെ അവിടെ തടവിൽ വെച്ചിട്ടുണ്ട്. ഇവരെ രക്ഷിച്ച് ഷിപ്പ് വീണ്ടെടുക്കണം എന്നതാണ് ക്യാപ്റ്റന്റെയും ടീമിന്റെയും മിഷൻ. ഈ കാര്യങ്ങളൊക്കെ ക്യാപ്റ്റനോട് പറഞ്ഞു കൊടുക്കുന്നത് റംലോ ആണ്. ക്യാപ്റ്റൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഒരു പ്ലാൻ ഇടുകയാണ്. ക്യാപ്റ്റൻ പറയുന്നു, ഞാൻ ആദ്യം പോയി ബാട്രോക്കിനെ നേരിടും. ആ സമയത്ത് നതാഷ പോയി എഞ്ചിൻ ഓഫ് ചെയ്യണം. റംലോയും ടീമും ഈ നേരത്ത് അവിടെ തടവിൽ വെച്ചിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കണം. ക്യാപ്റ്റൻ ഇങ്ങനെ പ്ലാൻ പറഞ്ഞ് താഴേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. റംലോയുടെ മുഖം കണ്ടാൽ അറിയാം ക്യാപ്റ്റൻ ഇങ്ങനെ ഓർഡർ ഇടുന്നത് അയാൾക്ക് അത്ര പിടിക്കുന്നില്ല. ഈ ഒരു ചെറിയ കാലയളവിനിടയ്ക്ക് ക്യാപ്റ്റനും നതാഷയും വളരെ നല്ല ഫ്രണ്ട്സ് ആയി മാറിക്കഴിഞ്ഞിരുന്നു. നതാഷ ഇടയ്ക്കിടയ്ക്ക് ക്യാപ്റ്റനോട് ഓരോ പെൺകുട്ടികളുടെ പേര് പറയും. എന്നിട്ട് ക്യാപ്റ്റൻ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം മതിയായില്ലേ, ക്യാപ്റ്റൻ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ പെൺകുട്ടിയെ വളച്ചെടുക്കാം എന്നൊക്കെ പറയും. പ്ലെയിനിൽ നിന്ന് ക്യാപ്റ്റൻ പോവാൻ ഒരുങ്ങുന്നതിന് മുൻപും നതാഷ ഇങ്ങനെ പറയുന്നുണ്ട്. ക്യാപ്റ്റൻ പറയുന്നു, നതാഷ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ജോലിയിൽ വളരെ ബിസിയാണ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് പാരഷൂട്ട് പോലും ഇടാതെ ക്യാപ്റ്റൻ താഴേക്ക് ചാടുകയാണ്. നേരെ കടലിലേക്കാണ് ചാടുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ ഒരു തരത്തിൽ കപ്പലിൽ കയറുന്നു. ക്യാപ്റ്റൻ തനിക്ക് മുന്നിൽ വന്നവരെയൊക്കെ അടിച്ചു തെറിപ്പിച്ച് മുന്നേറുകയാണ്.
ഈ സമയത്ത് നതാഷയും റംലോവും ബാക്കിയുള്ള ടീമും കപ്പലിൽ വന്നിറങ്ങുന്നു. ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ നതാഷ കുറെ പേരെ അടിച്ചിട്ട് കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് റംലോയും ടീമും ആവട്ടെ അവിടെ തടവിൽ വെച്ചിരുന്ന ആളുകളെ മോചിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാട്രോക്ക് എന്ന് പറയുന്ന വില്ലൻ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവൻ നേരെ വന്ന് ചാടുന്നത് ക്യാപ്റ്റന്റെ മുന്നിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബാട്രോക്ക് ഒരു അപകടകാരിയായിട്ടുള്ള ആളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാട്രോക്കും ക്യാപ്റ്റനും കൂടിയുള്ള ഒരു ഫൈറ്റാണ്. കുറച്ച് ഫൈറ്റിന് ശേഷം ബാട്രോക്ക് താഴെ വീഴുകയാണ്. ബാട്രോക്ക് ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങൾക്ക് ആ ഷീൽഡ് ഉള്ളത് കൊണ്ടാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നത്. ആ ഷീൽഡ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല. ചില വെല്ലുവിളികൾ ക്യാപ്റ്റൻ ഏറ്റെടുക്കാറുണ്ട്. അവന്റെ വിചാരം തെറ്റായിരുന്നു. ക്യാപ്റ്റന് സ്വന്തമായി ഷീൽഡ് മാത്രമല്ല ഉള്ളത്. ക്യാപ്റ്റന്റെ അടി കൊണ്ട് അവൻ തുള്ളിച്ചാടി പോകുന്നു. അവനെ ക്യാപ്റ്റൻ ഇടിച്ചിടുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. അവിടെ നതാഷ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നതാഷ പറഞ്ഞതുപോലെ അല്ലാതെ വേറെന്തോ ചെയ്യുകയാണ്. എന്താണ് നതാഷ നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നതാഷ പറയുന്നു, ക്യാപ്റ്റൻ, ഞാൻ ഷീൽഡിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫയലുകൾ ഈ പെൻഡ്രൈവിലേക്ക് മാറ്റുകയാണ്. ക്യാപ്റ്റൻ അത് ഇഷ്ടപ്പെട്ടില്ല. ക്യാപ്റ്റൻ പറയുന്നു, നതാഷ, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ കപ്പൽ വീണ്ടെടുക്കാനും ഇവിടെ തടവിലിട്ടിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കാനുമാണ്. അതാണ് നമ്മളുടെ മിഷൻ. നതാഷ പറയുന്നു, ക്യാപ്റ്റൻ, എനിക്ക് മറ്റൊരു മിഷൻ കൂടിയുണ്ട്. എന്നെ ഏൽപ്പിച്ച മിഷനാണ് ഞാൻ ചെയ്യുന്നത്. ക്യാപ്റ്റനെ ഏൽപ്പിച്ച മിഷൻ ക്യാപ്റ്റനും ചെയ്യുന്നു. പിന്നെന്താ കുഴപ്പം? ക്യാപ്റ്റൻ പറയുന്നു, അതെങ്ങനെ ശരിയാവും നതാഷ? നമ്മൾ ഒരുപോലെ മിഷൻ ചെയ്തില്ലെങ്കിൽ പ്ലാൻ ഒന്നും ശരിക്ക് വർക്ക്ഔട്ട് ആവില്ല. ഒരു പ്ലാൻ അനുസരിച്ച് നീങ്ങിയാലേ നമ്മൾക്കെല്ലാം ശരിക്ക് ചെയ്യാനാവൂ. ഒരു മിഷൻ ചെയ്യാൻ വരുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്നിട്ടിപ്പോ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ക്യാപ്റ്റൻ എന്ന് നതാഷ ക്യാപ്റ്റനോട് പറയുന്നു. ആ സമയത്ത് അവിടെ വീണ് കിടന്നിരുന്ന ബാട്രോക്ക് എണിക്കുന്നു. എന്നിട്ട് അവരുടെ നേരെ ഒരു ഗ്രനേഡ് എറിഞ്ഞ് ഓടിപ്പോവുകയാണ്. ക്യാപ്റ്റൻ നതാഷയെ കൊണ്ട് ഒരു വിധത്തിൽ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നു. പക്ഷെ ബാട്രോക്ക് ഇതിന്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട് കളഞ്ഞു. ഈ കാര്യം കൊണ്ട് ക്യാപ്റ്റൻ അല്പം ദേഷ്യം വരികയാണ്. അതായത് നിക് ഫ്യൂറി തന്നോടൊരു മിഷനും താൻ അറിയാതെ തന്റെ കൂടെ വരുന്ന ബ്ലാക്ക് വിഡോയ്ക്ക് വേറൊരു മിഷനും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം കാര്യങ്ങൾ അറിയാതെ ഒരു ടീമായി എങ്ങനെയാണ് പോവുക? ഈ കാര്യങ്ങൾ പറയാനായി ക്യാപ്റ്റൻ നിക് ഫ്യൂറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിക് ഫ്യൂറി ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷീൽഡിന്റെ പ്രധാനപ്പെട്ട 3 ഓഫീസുകളിൽ ഒരെണ്ണമായിട്ടുള്ള ട്രൈ സ്കെൽട്ടൺ എന്ന് പറയുന്ന ഓഫീസിലാണ്. ക്യാപ്റ്റൻ അങ്ങോട്ട് ചെന്ന് ഈ കാര്യം കുറച്ച് ദേഷ്യത്തിൽ തന്നെ നിക് ഫ്യൂറിയോട് പറയുന്നു. നിക് ഫ്യൂറി പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങൾ എന്തിനാണ് ചൂടാവുന്നത്? ഞാൻ നിങ്ങളോട് നുണയൊന്നും പറഞ്ഞില്ലല്ലോ. ബ്ലാക്ക് വിഡോയ്ക്ക് വേറൊരു മിഷൻ കൊടുത്തു എന്ന് മാത്രം. അതിനെന്താ കുഴപ്പം? മിസ്റ്റർ ഫ്യൂറി, എന്നോട് പറയണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറയാത്തത് കൊണ്ട് ഒരുപക്ഷെ ഒരുപാട് പേർ മരിച്ചു പോകുമായിരുന്നു. ക്യാപ്റ്റൻ, അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനല്ലേ ക്യാപ്റ്റനെ പോലെ ഒരു വീരനെ അവരുടെ കൂടെ അയച്ചത്? വീരനോ? വീരന്മാരൊക്കെ പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു ടീമായി പ്രവർത്തിക്കുമ്പോ ഇങ്ങനെയല്ല വേണ്ടത്. എന്തിനാണ് കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നിക് ഫ്യൂറി പറയുന്നു. ക്യാപ്റ്റൻ, പണ്ടൊരാളെ വിശ്വസിച്ചിട്ടാണ് എന്റെ ഒരു കണ്ണു പോയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലേ ക്യാപ്റ്റൻ ചോദിച്ചത്? പറയാം, എല്ലാവർക്കും എല്ലാം അറിയാമെങ്കിൽ അത് ആപത്താണ്. കാരണം ഒരാൾ വിചാരിച്ചാൽ എല്ലാ വിവരങ്ങളും ചോർത്താൻ സാധിക്കും. എല്ലാ തരത്തിലും നമ്മളെ പൂട്ടാനും സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാത്തത്. ക്യാപ്റ്റൻ പറയുന്നു, ഓഹോ, അപ്പോ ബാക്കിയുള്ളവരെയൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ ഷീൽഡിന്റെ വലിയ ആളാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളൊന്നും ചോർത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇനിയും ഈ സംസാരം തുടർന്നു പോയാൽ ക്യാപ്റ്റനോട് ബബ്ബ അടിക്കേണ്ടി വരുമെന്ന് നിക് ഫ്യൂറിക്ക് മനസ്സിലായി. നിക് ഫ്യൂറി ക്യാപ്റ്റനെ കൊണ്ട് അവിടെയുള്ള നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടേക്ക് കയറാൻ നിക് ഫ്യൂറിക്കാണ് അധികാരമുള്ളത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ക്യാപ്റ്റനെയും അങ്ങോട്ട് കടത്തുന്നു. നിക് ഫ്യൂറി ക്യാപ്റ്റനോട് കാര്യം എന്താണെന്ന് ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ, ഞാനൊരു കഥ പറഞ്ഞു തരാം. കഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നടന്നതാണ്. എന്റെ മുത്തച്ഛൻ, അദ്ദേഹം ഇതുപോലെ ഒരു കെട്ടിടത്തിലാണ്
ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം എന്നും വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടാവാറുണ്ട്. വരുന്ന വഴിക്ക് എല്ലാവരോടും അദ്ദേഹം ഹായ് പറയും. എല്ലാവരും തിരിച്ച് അദ്ദേഹത്തോട് ഹായ് പറയും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് വയസ്സായി. പക്ഷെ ആളുകളും മാറാൻ തുടങ്ങി. ആളുകളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പിന്നീട് എന്റെ മുത്തച്ഛൻ ആളുകളോട് ഹായ് പറയുമ്പോൾ അവർ തിരിച്ചു പറയുമായിരുന്നു, ഒന്ന് പോടാ മത്തങ്ങ തലയ. ഇത് കേട്ട് മുത്തച്ഛന് വിഷമമായി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലെ പൊതി എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ വഴിയോരത്ത് കാണുന്ന തെമ്മാടികൾ മുത്തച്ഛന്റെ കയ്യിലുള്ള പണം എടുക്കാൻ വേണ്ടി മുത്തച്ഛന്റെ അടുത്ത് ചെന്ന് ചോദിക്കും, ഏയ് കേട്ട് കളവ, തന്റെ സഞ്ചിയിൽ എന്താണ്? മുത്തച്ഛൻ അത് തുറന്നു കാണിച്ചു കൊടുക്കും. അതിൽ കുറച്ച് ഭക്ഷണവും ഉണ്ടാവും, വെടിവെക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു തോക്കും ഉണ്ടാവും. അവർ പേടിച്ചോടും. മുത്തച്ഛന് എല്ലാവരെയും ഇഷ്ടമായിരുന്നു. പക്ഷേ ആരെയും പൂർണ്ണമായി വിശ്വസിക്കാറില്ല. നിക് ഫ്യൂറി ഈ കഥ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ സുരക്ഷയുടെയും വിശ്വാസത്തിന്റെയും കാര്യം പറയാൻ വേണ്ടിയാണ്. ക്യാപ്റ്റനും നിക് ഫ്യൂറിയും കൂടി ആ നിഗൂഢമായ സ്ഥലത്തേക്ക് എത്തുന്നു. അവെഞ്ചേഴ്സ് മൂവിയിൽ കണ്ടതിനേക്കാൾ വലിയ 3 ഹെലികാരിയറുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തിനാണ് ആ 3 ഹെലികാരിയറുകൾ? ആ ഒരു സംശയം ക്യാപ്റ്റനെ പോലെ നിങ്ങൾക്കും ഉണ്ടാവും. നിക് ഫ്യൂറി ക്യാപ്റ്റനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഒരു തരത്തിൽ ക്യാപ്റ്റനെ നിക് ഫ്യൂറി വിശ്വസിക്കുകയാണ്. ഈ 3 ഹെലികാരിയറുകളും ഷീൽഡിന്റെയാണ്. ആകാശത്ത് 3000 അടി ഉയരത്തിലായിരിക്കും ഈ 3 ഹെലികാരിയറുകളും ഉണ്ടാവുക. ഈ 3 എണ്ണവും ഒരൊറ്റ സാറ്റലൈറ്റിന്റെ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ആ സാറ്റലൈറ്റ് വിക്ഷേപിക്കാനാണ് നമ്മൾ ആദ്യം കണ്ട തട്ടിക്കൊണ്ടുപോയ ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന കപ്പൽ ഉപയോഗിക്കുന്നത്. ഇനി എന്തിനാണ് ഈ 3 ഹെലികാരിയറുകളും ആകാശത്തേക്ക് വിടുന്നത്? ഷീൽഡിന്റെ എതിരാളികളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നവരെ നേരത്തെ കൊല്ലാൻ ഈ 3 ഹെലികാരിയറുകൾ വെച്ച് സാധിക്കും. കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ 3 ഹെലികാരിയറുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് ആയുധങ്ങൾ ഈ ഹെലികാരിയറിലുണ്ട്. ഏകദേശം 1000ഓളം പേരെ ടാർഗറ്റ് ചെയ്ത് 1 മിനിറ്റിൽ ആ 1000 പേരെയും കൊന്നുകളയാൻ ഈ ഹെലികാരിയറുകൾ ഉപയോഗിച്ച് പറ്റും. ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയോ ഷീൽഡിനെതിരെയോ ജനങ്ങൾക്കെതിരെയോ വരികയാണെങ്കിൽ അവരെയെല്ലാം കൊല്ലാൻ ആകാശത്തേക്ക് വിടാൻ പോകുന്ന ഈ 3 ഹെലികാരിയറുകൾ ഉപയോഗിച്ച് പറ്റും. ഇതാണ് നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നത്. പക്ഷെ ക്യാപ്റ്റൻ ഈ ഐഡിയ അത്ര ഇഷ്ടപ്പെട്ടില്ല. ക്യാപ്റ്റൻ പറയുന്നു, മിസ്റ്റർ ഫ്യൂറി, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാം മേൽ ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് അവർ സുരക്ഷിതരാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് സുരക്ഷയല്ല, പേടിയാണ്. നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങളുടെ പഴയ ചിന്താഗതികളൊക്കെ മാറ്റാൻ സമയമായി. പഴയതുപോലെയല്ല ഇപ്പോഴത്തെ ലോകം. ക്യാപ്റ്റൻ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണം. പക്ഷെ ക്യാപ്റ്റൻ അപ്പോഴും ഈ ഐഡിയ ഇഷ്ടപ്പെടുന്നില്ല. ആ പരിപ്പ് എന്റെ അടുത്ത് വേവില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് പോകുന്നു. ഒരു കാര്യം കൂടി പറയാം. ഹെലികാരിയറുകൾ വെച്ചുള്ള ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ പേരാണ് പ്രൊജക്ട് ഇൻസൈറ്റ്. അതൊന്ന് ഓർത്തു വെക്കണം. അവിടെ നിന്ന് ക്യാപ്റ്റൻ പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ആ മ്യൂസിയത്തിൽ ക്യാപ്റ്റന്റെ കഥ പറയാൻ മാത്രമായിട്ട് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ക്യാപ്റ്റന്റെ ചെറുപ്പകാലം മുതൽ ക്യാപ്റ്റൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, എങ്ങനെയാണ് പോരാടി അവസാനം ക്യാപ്റ്റൻ ഇന്നത്തെ ക്യാപ്റ്റനായി മാറിയത്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ എന്തൊക്കെ ചെയ്തു, റെഡ് സ്കള്ളിനെ ക്യാപ്റ്റൻ എങ്ങനെയാണ് തോൽപ്പിച്ചത്, ക്യാപ്റ്റന്റെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മാത്രമല്ല ക്യാപ്റ്റന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബക്കിയെ പറ്റിയും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബക്കിയുടെ മുഖം അവിടെ കണ്ട് ക്യാപ്റ്റന് വല്ലാതെ വിഷമമായി. കാരണം അദ്ദേഹത്തിന്റെ മിഷൻസിന്റെ ഇടയ്ക്ക് ബക്കിക്ക് മരിക്കേണ്ടി വന്നു. ക്യാപ്റ്റൻ തൊട്ടടുത്തുണ്ടായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് ബക്കിയെ രക്ഷിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ക്യാപ്റ്റൻ അമേരിക്ക 1-ൽ ബക്കി വലിയൊരു ആഴത്തിലേക്ക് വീണ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഒരു ഡോക്യുമെന്ററി കാണുകയാണ്. ആ ഡോക്യുമെന്ററിയിൽ ക്യാപ്റ്റന്റെ പ്രിയപ്പെട്ട പെഗ്ഗി കാർട്ടറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റനെ പറ്റി പറയുമ്പോൾ പെഗ്ഗി വളരെയധികം വികാര നിർഭരയാവുകയാണ്. വളരെ സങ്കടത്തോടെയാണ് ക്യാപ്റ്റന്റെ കാര്യങ്ങൾ പെഗ്ഗി പറയുന്നത്. റെഡ് സ്കള്ളിനെയും അയാളുടെ ആളുകളെയും തോൽപ്പിക്കാൻ ക്യാപ്റ്റൻ ഒരുപാട് പാടുപെട്ടുവെന്നും അങ്ങനെ ബുദ്ധിമുട്ടിയതുകൊണ്ട് അമേരിക്കയിലെ ഒരുപാട് ആളുകളെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചുവെന്നും പെഗ്ഗി പറയുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി പെഗ്ഗി പറയുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ രക്ഷിച്ച ഒരാളാണ് പിന്നീട് തന്റെ ഭർത്താവായി മാറിയതെന്നാണ് പെഗ്ഗി പറയുന്നത്. ഇതിനുശേഷം ക്യാപ്റ്റൻ ഒരു വൃദ്ധസദനത്തിലേക്ക് പോവുകയാണ്. ആ വൃദ്ധസദനത്തിലാണ് പെഗ്ഗി ജീവിച്ചിരുന്നത്. റിട്ടയർമെന്റ് ആയവർ ജീവിക്കുന്ന ആ സ്ഥലത്ത് ക്യാപ്റ്റൻ പെഗ്ഗിയെ കണ്ടുമുട്ടുന്നു. പെഗ്ഗിയുടെ മുഖം കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമമാവും. അപ്പോഴാണ് നമ്മൾക്ക് കാലഘട്ടം എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാവുക. പണ്ട് നമ്മൾ കണ്ട ചുറുചുറുക്കുള്ള പെഗ്ഗി കാർട്ടറിനെയല്ല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം പ്രായമായ, ഒട്ടും
ഒട്ടും തന്നെ ആരോഗ്യമില്ലാത്ത വയസ്സായ ഒരു പെഗ്ഗി കാർട്ടറിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേ സമയത്ത് ക്യാപ്റ്റൻ ആവട്ടെ ഇപ്പോഴും പഴയതുപോലെ ഇരിക്കുന്നു. ക്യാപ്റ്റനെ കണ്ട് പെഗ്ഗി കരയാൻ തുടങ്ങി. പെഗ്ഗി പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങൾ എനിക്ക് വേണ്ടി തിരിച്ചു വന്നിരിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഒരുപാട് കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ക്യാപ്റ്റൻ, ഞാൻ എന്റെ ജീവിതം ജീവിച്ചു തീർത്തു. എന്റെ വിഷമം ക്യാപ്റ്റൻ അത് പറ്റിയില്ല എന്നുള്ളതാണ്. ക്യാപ്റ്റൻ പറയുന്നു, പെഗ്ഗി, എനിക്ക് വിഷമമില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത് ജനങ്ങളെ രക്ഷിക്കാനാണ്, തിന്മയെ എതിർക്കാനാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോ കാര്യങ്ങൾ പഴയതുപോലെയല്ലെന്ന് എനിക്ക് മനസ്സിലായി. തിന്മയെ എതിർക്കുന്നത് ഇപ്പോൾ അത്ര എളുപ്പമല്ല. പിന്നെ ഞാൻ ഷീൽഡിൽ ചേരാൻ തന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഷീൽഡിന്റെ സ്ഥാപകരിൽ ഒരാൾ നീയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. പെഗ്ഗി പറയുന്നു, ക്യാപ്റ്റൻ, ലോകം വളരെയധികം മാറിപ്പോയി. നമ്മൾക്ക് ആ പഴയ ലോകത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. പിന്നെ ചെയ്യാവുന്നത് ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കുക എന്നതാണ്. എന്നാലും ക്യാപ്റ്റൻ, സ്റ്റീവ്, നീ എന്നെ കാണാൻ തിരിച്ചു വന്നല്ലോ, അതുമാത്രം മതി. ക്യാപ്റ്റൻ പറയുന്നു, എന്റെ കാമുകയെ എനിക്കങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ ഇനിയും വരും. പെട്ടെന്നാണ് പെഗ്ഗി വളരെയധികം ചുമക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ പെഗ്ഗിക്ക് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുക്കാൻ പോവുകയാണ്. പക്ഷെ വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ക്യാപ്റ്റൻ തിരിച്ചറിയുന്നത്. പെഗ്ഗിക്ക് ഡെമൻഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അതായത് മെമ്മറി ലോസ്, ഓർമ്മക്കുറവ്. ഇപ്പൊ തന്നെ ക്യാപ്റ്റനെ കണ്ട് ക്യാപ്റ്റൻ അങ്ങോട്ട് തിരിഞ്ഞേ ഉള്ളൂ. ക്യാപ്റ്റൻ വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോ പെഗ്ഗി പെരുമാറുന്നത് ആദ്യമായിട്ട് ക്യാപ്റ്റനെ കാണുന്നത് പോലെയാണ്. പെഗ്ഗി വീണ്ടും ചോദിക്കുകയാണ്, ക്യാപ്റ്റൻ, നിങ്ങൾ എനിക്ക് വേണ്ടി തിരിച്ചു വന്നോ? അതായത് ഇത്ര നേരം ക്യാപ്റ്റനോട് സംസാരിച്ചത് പെഗ്ഗിക്ക് ഓർമ്മയില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. ഇത് കഴിഞ്ഞ് ക്യാപ്റ്റൻ സാം വിൽസണെ കാണാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു സാം റിട്ടയർ ആയ ഒരു ഓഫീസറാണ്. ഇപ്പോ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ PTSD എന്ന അവസ്ഥയുള്ള ആളുകളെ, PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ, അതായത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരനുഭവം അല്ലെങ്കിൽ കൺമുന്നിൽ വെച്ച് ഷോക്ക് തരുന്ന പോലെയുള്ള എന്തെങ്കിലും കാഴ്ച, എന്തെങ്കിലും അനുഭവം അതൊക്കെ ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് റിക്കവർ ആയി വരാൻ പറ്റാത്തവരെ കൗൺസിൽ ചെയ്യുക. അതാണ് സാം വിൽസന്റെ ഇപ്പോഴത്തെ പണി. സാം അങ്ങനെയുള്ള കുറെ പേരെ ആശ്വസിപ്പിക്കുന്നത് ക്യാപ്റ്റൻ നോക്കി നിൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് സാം ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരികയാണ്. ക്യാപ്റ്റൻ ചോദിക്കുന്നു, സാം, എന്തുകൊണ്ടാണ് സേനയിൽ നിന്ന് വിട്ട് ഈ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം? സാം പറയുന്നു, അതിനൊരു കാരണമുണ്ട് ക്യാപ്റ്റൻ. നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, കുറ്റബോധം, പശ്ചാത്താപം. എനിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ഒരിക്കലും ഒരു മിഷന് വേണ്ടി ഞാനും എന്റെ വളരെ അടുത്ത സുഹൃത്തും കൂടി പോവുകയുണ്ടായി. വളരെ കോൺഫിഡൻസോടെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ അന്ന് എന്റെ കൂട്ടുകാരൻ മരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്റെ കൺമുന്നിൽ വെച്ചാണ് അവൻ മരിച്ചത്. എനിക്ക് അവനെ ഒന്ന് രക്ഷിക്കാൻ പോലും പറ്റിയില്ല. ഒരുപാട് കാലം എനിക്കതിന്റെ ഷോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചത്. പിന്നീട് ഞാൻ ഒരു തരത്തിൽ അതിൽ നിന്ന് റിക്കവറായി. അപ്പോൾ ഞാൻ കരുതി എന്റെ പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അല്പം ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ ചോദിക്കുന്നു, സാം, എന്നിട്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ? അതോ വീണ്ടും ആ ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല ക്യാപ്റ്റൻ, ഇപ്പൊ എന്നെ കണ്ടില്ലേ, എന്നോട് ആജ്ഞാപിക്കാൻ ആരുമില്ല. എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം. എന്താ ക്യാപ്റ്റനും എന്റെ പോലെ ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ക്യാപ്റ്റൻ പറയുന്നു, ഇല്ല സാം, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പൊ ആരും തന്നെ ഇല്ല. എന്റെ ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ വേറെ എന്താണ് ചെയ്യുക എന്ന് പോലും എനിക്കറിയില്ല. സാം തമാശയ്ക്ക് പറയുന്നു, അല്ല ക്യാപ്റ്റൻ, അല്ല. നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. റെസ്ലിംഗിൽ പോയാൽ നിങ്ങൾക്ക് ജോൺ സീനയെ അടിച്ചു തോൽപ്പിക്കാം. ഒളിമ്പിക്സിൽ പോയാൽ നിങ്ങൾക്ക് ഉസൈൻ ബോൾട്ടിനെ ഓടി തോൽപ്പിക്കാം. എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. ക്യാപ്റ്റൻ ഇത് കേട്ട് ചിരിക്കുന്നു. സീൻ ചേഞ്ച് ആവുന്നു. ഇനി നമ്മൾ കാണുന്നത് നിക് ഫ്യൂറിയുടെ ഓഫീസാണ്. നതാഷ ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് ഷീൽഡിന്റെ വിവരങ്ങൾ എടുത്ത ആ പെൻഡ്രൈവ് നിക് ഫ്യൂറിയുടെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് പലതരത്തിൽ ഓപ്പൺ ആക്കി ആക്സസ് ചെയ്യാൻ നോക്കുന്നു. ഷീൽഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അത് ആക്സസ് ചെയ്യാൻ നിക് ഫ്യൂറിക്ക് പറ്റേണ്ടതാണ്. പക്ഷേ ആ പെൻഡ്രൈവിലുള്ള ഫയലുകളും കാര്യങ്ങളും നിക് ഫ്യൂറിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് നിക് ഫ്യൂറിക്ക് മനസ്സിലായി. അദ്ദേഹം ഉടനെ ഷീൽഡിന്റെ മറ്റൊരു ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ നിക് ഫ്യൂറിയെ പോലെ മറ്റൊരു അധികാരി ഉണ്ടായിരുന്നു. അലക്സാണ്ടർ പിയേഴ്സ് എന്നാണ് അയാളുടെ പേര്. അയാൾ ആ സമയത്ത് വേൾഡ് സെക്യൂരിറ്റി കൗൺസിലുമായിട്ട് ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേൾഡ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമ്പോൾ ഈ വേൾഡ് സെക്യൂരിറ്റി കൗൺസിൽ അതിൽ ഇടപെടും. അവെഞ്ചേഴ്സ് സിനിമയിൽ നമ്മൾ കണ്ടിരുന്നു, ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഒരു ന്യൂക്ലിയർ മിസൈൽ വിടുന്നുണ്ട്. ആ മിസൈൽ വിടുന്നത് ഈ വേൾഡ് സെക്യൂരിറ്റി കൗൺസിലാണ്, ലോകത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി. അവർ അലക്സാണ്ടർ പിയേഴ്സിനെ മിസ്റ്റർ സെക്രട്ടറി എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് നിക് ഫ്യൂറി അറിയാതെ ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന കപ്പൽ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുക എന്നാണ് വേൾഡ് സെക്യൂരിറ്റി കൗൺസിലിന്റെ സംശയം. അലക്സാണ്ടർ പിയേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് നിക് ഫ്യൂറി അങ്ങോട്ട് വരുന്നത്. ലുമേറിയൻ സ്റ്റാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ
പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഷീൽഡിനുള്ളിൽ മറ്റാരുടെയോ കൈകളുണ്ടെന്നാണ്. അതുകൊണ്ട് പ്രൊജക്ട് ഇൻസൈറ്റ് അല്പം നീട്ടിവെക്കാൻ വേൾഡ് സെക്യൂരിറ്റി കൗൺസിലിനോട് താങ്കൾ പറയണം എന്ന് നിക് ഫ്യൂറി അലക്സാണ്ടർ പിയേഴ്സിനോട് പറയുകയാണ്. അയാൾ അത് സമ്മതിക്കുന്നു. പക്ഷെ അയാൾ തമാശയ്ക്ക് ഒരു ഡിമാൻഡ് വെക്കുകയാണ്. ഓക്കെ മിസ്റ്റർ ഫ്യൂറി, ഞാനത് പറയാം. പക്ഷെ പകരമായി താൻ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. എന്റെ അനിയന്റെ മകളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അവിടേക്ക് ടോണി സ്റ്റാർക്കിനോട് ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോകാൻ പറയണം. അയാൾ വന്നാൽ തന്നെ പരിപാടി കൊഴുക്കും. സമ്മതമാണോ? ഓക്കെ സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് നിക് ഫ്യൂറി അവിടെ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞ് നിക് ഫ്യൂറി തന്റെ കാറിൽ ഏജന്റ് ഹില്ലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന്റെ കാറിൽ ഒരു അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുക്കാനൊക്കെ വേണ്ടി. അങ്ങനെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പോലീസ് കാർ വന്ന് അടുത്ത് നിൽക്കുകയാണ്. അതിലെ പോലീസ് നിക് ഫ്യൂറിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. നിക് ഫ്യൂറി ചോദിക്കുന്നു, എന്താ സാർ, എന്റെ ബുക്കും പേപ്പറും താങ്കൾക്ക് കാണണോ? പക്ഷേ നിക് ഫ്യൂറിയുടെ ബുക്കും പേപ്പറും കാണാനല്ല അവർ വന്നത്. പെട്ടെന്ന് 4 സൈഡിൽ നിന്നും 4 പോലീസ് കാർ വന്ന് നിക് ഫ്യൂറിയുടെ വണ്ടി കിട്ടിടിക്കുന്നു. ഇവർ ശരിക്കുള്ള പോലീസ് അല്ല എന്നുള്ള കാര്യം നിക് ഫ്യൂറിയുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നിക് ഫ്യൂറിയെ അറിയിക്കുകയാണ്. നിക് ഫ്യൂറിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. അവര് ചുറ്റും നിന്ന് നിക് ഫ്യൂറിയുടെ കാറിനിട്ട് തുരുതുര വെടിവെക്കാൻ തുടങ്ങി. അങ്ങനെ വെടിവെച്ച് ഫ്യൂറിയുടെ കാറ് ഒരു കുത്തുപൊറോട്ട പോലെയായി. എന്നിട്ടും ഒരു വെടിയുണ്ട് പോലും ഉള്ളിലേക്ക് പോയില്ല. കാരണം നിക് ഫ്യൂറിയുടെ കാറ് കുറച്ച് ഹൈടെക് ആയിരുന്നു. പിന്നെ അവര് വേറൊരു മെഷീൻ കൊണ്ടുവന്ന് നിക് ഫ്യൂറിയുടെ കാറിന്റെ ചില്ല് അടിച്ചുടയ്ക്കാൻ തുടങ്ങി. ഫ്യൂറിക്ക് മനസ്സിലായി ഇവരെന്റെ പണി തീർക്കാൻ തന്നെ വന്നവരാണെന്ന്. അങ്ങനെ ഫ്യൂറിയുടെ കാറിന്റെ ചില്ല് തകർത്തപ്പോഴാണ് ഫ്യൂറി മാസ് കാണിക്കുന്നത്. പെട്ടെന്ന് ഫ്യൂറി തന്റെ കാറിലുണ്ടായിരുന്ന ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ഗൺ എടുക്കുകയാണ്. എന്നിട്ട് ചുറ്റും നിന്നവരെ വെടിവെച്ചിട്ടിട്ട് കാർ എടുത്ത് ചീറിപ്പാഞ്ഞു പോവുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിക് ഫ്യൂറിയുടെ ഒരു കാർ ചേസ് ആണ്. ഒരുപാട് കാറുകളെ വെട്ടിച്ചാണ് നിക് ഫ്യൂറി പോകുന്നത്. ആ നേരത്താണെങ്കിൽ കഷ്ടകാലത്തിന് എറണാകുളം ബൈപ്പാസിലെ പോലെ ഒടുക്കത്തെ ട്രാഫിക്. ഫ്യൂറി കുറെ കഷ്ടപ്പെട്ട് തന്റെ കാർ ഓടിക്കുകയാണ്. ആക്ച്വലി ഷീൽഡിന്റെ കാറായിട്ടും ഇത്ര ടെക്നോളജിയേ ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ നമ്മളുടെ CID മൂസയുടെ കാറ്. കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട്. അതിലായിരുന്നു നിക് ഫ്യൂറി പോയിരുന്നതെങ്കിൽ ഇപ്പൊ നിക് ഫ്യൂറിയെ ഫോളോ ചെയ്ത് വന്നവന്മാരൊക്കെ പടമയനെ. നിക് ഫ്യൂറി തന്റെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു, പെട്ടെന്ന് ആരെയെങ്കിലും സഹായത്തിനായി കോണ്ടാക്ട് ചെയ്യ്. അസിസ്റ്റന്റ് പറയുന്നു, സോറി സർ, കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നശിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ ഈ വണ്ടിയിൽ ബാക്കിയുള്ള എന്തെങ്കിലും ആയുധം പുറത്തെടുക്ക്, അത് ഉപയോഗിക്കാം. അസിസ്റ്റന്റ് പറയുന്നു, സോറി സർ, ഇതിലെ ആയുധങ്ങളൊന്നും ഇപ്പോൾ പ്രവർത്തിപ്പിക്കാവുന്ന സ്ഥിതിയിലല്ല ഉള്ളത്. നിക് ഫ്യൂറിക്ക് ദേഷ്യം വന്നു. ഈ പേട്ട് കാറിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? അസിസ്റ്റന്റ് പറയുന്നു, ഉണ്ട് സർ, AC വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നിക് ഫ്യൂറിക്ക് ദേഷ്യം വന്നു. എന്തിനാ AC മാത്രമായിട്ട് പ്രവർത്തിപ്പിക്കുന്നേ? എന്നെ നേരെ മോർച്ചറിയിലേക്ക് എടുപ്പിക്കാനായിരിക്കും. AC നിന്റെ തന്തയ്ക്ക് കൊണ്ടുകൊടുക്ക്. അങ്ങനെ നിക് ഫ്യൂറി ഒരു തരത്തിൽ രക്ഷപ്പെട്ട് കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് നിക് ഫ്യൂറി അത് ശ്രദ്ധിച്ചത്. മുന്നിൽ ഒരു പ്രത്യേക വേഷമിട്ട ആൾ വന്ന് നിൽക്കുന്നു. കുറച്ചകലെയാണ് നിൽക്കുന്നത്. അയാളുടെ മുഖത്ത് ഒരു മാസ്ക് ഉണ്ടായിരുന്നു. അയാളുടെ മുടി നീട്ടി വളർത്തിയിരുന്നു. അതാരാണെന്ന് നിക് ഫ്യൂറിക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് അയാൾ കയ്യിലുള്ള ഒരു ആയുധം പ്രവർത്തിപ്പിക്കുന്നത്. അതൊരു പ്രത്യേക തരം ആയുധമായിരുന്നു. അത് വന്നുകൊണ്ട് നിക് ഫ്യൂറിയുടെ കാർ തെറിച്ചു പോവുകയാണ്. അയാൾ പതുക്കെ നിക് ഫ്യൂറിയുടെ അടുത്തേക്ക് നടന്നു വരുന്നു.
ഫ്യൂറിക്ക് മനസ്സിലായി ഇനിയും ഇവിടെ നിന്നാൽ പണി പാളും. നിക് ഫ്യൂറി പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ഒരു കമ്പിത്തിരി എടുത്ത് കത്തിച്ച് കളിക്കുകയാണ്. കയ്യിലുള്ള ഒരു പ്രത്യേക ആയുധം എടുക്കുകയാണ്. ഒരു ഡിവൈസ്, മൗസ് ഹോൾ എന്നാണ് ആ ഡിവൈസിന്റെ പേര്. നിക് ഫ്യൂറിയെ താഴെയിട്ട ആൾ നടന്ന് കാറിന്റെ അടുത്തേക്ക് വരുന്നു. അയാൾ കാറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അത് കാണുന്നത്. അവിടെ വലിയൊരു ദ്വാരം, അതായത് നിക് ഫ്യൂറി ആ ഡിവൈസ് വെച്ച് മണ്ണിനടിയിലൂടെ തുറന്നു പോയിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. വില്ലൻ അവിടെ നിന്ന് നടന്നിവിടെ എത്തുമ്പോഴേക്കും നിക് ഫ്യൂറി ഈ ഡിവൈസ് വെച്ച് എങ്ങനെയാണ് മണ്ണിന്റെ ഉള്ളിൽ കൂടെ തുറന്നു പോയത്? നിക് ഫ്യൂറി ഇജാതി തുരപ്പൻ. ഇത് കണ്ട റിയൽ ലൈഫ് തുരപ്പനരികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിക് ഫ്യൂറിക്ക് ഓൾറെഡി ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. കൊറോണയ്ക്ക് മുൻപേ മാസ്ക് വെച്ച് വന്ന മുടിയനായ ഈ വില്ലൻ ആരാണ്? നിക് ഫ്യൂറി മണ്ണിനടിയിലൂടെ തുറന്ന് എങ്ങോട്ടാണ് പോയത്? നിക് ഫ്യൂറി എവിടെയെങ്കിലും ചെന്ന് ഇതുപോലെ പൊങ്ങുമോ? എന്നെ അനുഗ്രഹിക്കണം. ആരാണ് നിക് ഫ്യൂറിയെ കൊല്ലാൻ ആളുകളെ വിട്ടത്? ഇതൊക്കെ അറിയാനായി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.